ഇത് 2 ദിവസം മുൻപ് ഞാൻ 3-4 ദിവസം പനി പിടിച്ച് കിടന്നതിന് ശേഷം ഒന്ന് എണീച്ചൊന്ന് കുളിയൊക്കെ കഴിഞ്ഞില്ലേ, കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങനെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ മെനഞ്ഞാന്ന് ഞാൻ എന്ത് പ്ലസൻ്റ് ആയിട്ടാണ് മൈൻഡും ഇതെന്നൊക്കെ ഞാൻ ഇപ്പോൾ ചിന്തിക്കണം. ഇന്നിപ്പോൾ ഞാനിത് കാണുമ്പോഴത്തേക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാം എങ്ങോട്ടാണ് എന്നുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കയ്യിൽ കിട്ടിയൊരു നിധി ഞാൻ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് അത് ഞാൻ വീണ്ടും വയ്യാതെ പോവേണ്ട ആവശ്യമുണ്ടോ? എങ്ങോട്ട് പോകണമെന്നല്ലേ ഒക്കെ പോയി വന്നിട്ട് പറയാട്ടോ. ലോക്ക് മാറ്റ് ഒക്കെ അവിടെയാണ്, മാനേജറുടെ കയ്യിലാണ്. മാറ്റ്, ഓപ്പൺ ചെയ്. അനങ്ങാൻ വയ്യ കേട്ടോ, തീരെ വയ്യ, വിയർത്തിട്ട് വയ്യ. പക്ഷെ എങ്ങനെ കിടന്നാൽ അങ്ങ് കിടന്നു പോവും. 2-3 ദിവസം റെസ്റ്റ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, അത്രയൊക്കെ മതിയെന്ന്. ജീവിതം മുഴുവൻ ഇങ്ങനെയായിരുന്നു, ഇതുപോലെ തന്നെയായിരുന്നു, റെസ്റ്റ് ഇല്ലാതെയും. പറയട്ടെ കാര്യമില്ല. നമ്മ ഇങ്ങനെയാണ് ബായി. അങ്ങനെ ഞാൻ ജമ്പനും തുമ്പനും കൂടി നമ്മുടെ ശകടവും എടുത്ത് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഏകദേശം എത്താറായി. നല്ല മുടിഞ്ഞ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് എങ്ങനെയോ ഉന്തിയും തള്ളി അവിടെ എത്തി. ശരി ഓക്കെ. അത് സത്യം, ബ്ലാക്ക് വണ്ടികളുടെ സംസ്ഥാന സമ്മേളനമാണോ എന്ന് കറക്റ്റ് അല്ലേ? അത് ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പൊന്നൂൻ്റെയോട് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ചേച്ചി ചോദിച്ചത്. എല്ലാം ബ്ലാക്ക് വണ്ടി. അമ്പലത്തിന്റെ മണിയടി കേൾക്കുമ്പോ നാട് ഓർമ്മ പറഞ്ഞ്. നാട്ടിലെ വീട്ടില് 4 ചുറ്റും അമ്പല. ഇത് അമ്പലത്തിന്റെ ബാക്ക് ഭാഗാ. അമ്പലത്തിലെ മണിയടി സൗണ്ടും ഭക്തിഗാനവും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് കുഞ്ഞിലത്തെ ഓർമ്മ വരും. കാരണം തീരെ ചെറുതിലേ തൊട്ടേ എൻ്റെ കുടുംബ വീടാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും ഒക്കെ 4 സൈഡും അമ്പലങ്ങൾ. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണോ വന്നത് അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്നെത്തി എന്നുള്ളതാണ്. +2 കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ബ്രീത്തിങ് പ്രോബ്ലം ആണെങ്കിലും സൈനസൈറ്റിസ് ആണെങ്കിലും വിട്ടുമാറാത്ത കഫക്കെട്ട് തൊട്ട് ഒരുപാട് പ്രോബ്ലംസുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് തന്നെ. ഏകദേശം 16-17 വയസ്സിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗ, ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം എനിക്കതൊക്കെ പകുതി വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇന്നിപ്പം അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു തണ്ടൊടിഞ്ഞിങ്ങനെ പുറത്തോട്ട് കിടക്കുന്നു. നമ്മൾ അവരോട് ചോദിച്ചിട്ട് ആ ഒടിഞ്ഞ തണ്ടിൽ നിന്ന് ഇല വളരെ കഷ്ടപ്പെട്ട് അവരിൽ നിന്നൊരു കത്തി വാങ്ങിയിട്ട്, അവരുടെ അടുത്ത് നിന്നൊരു കത്തി വാങ്ങിയിട്ട് അത് കട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് ആ ബുദ്ധി പോയില്ല. പെട്ടെന്ന് അത് ഈസി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് നമ്മൾ ആ ഇലയൊക്കെ ഇതാക്കി ഇലയിടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാട്ടോ. എനിക്കിത് സ്ഥിരം സ്വഭാവമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ, എന്നാൽ അത് സത്യം തന്നെയാണ്. പക്ഷേ വയ്യായിക കാരണം എനിക്കതിന് പറ്റിയില്ല കേട്ടോ. ഇന്നലത്തെ ദിവസം മുഴുവൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കലായിരുന്നു. അങ്ങനെ ഇന്നലത്തെ ദിവസം മുഴുവൻ പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും ഭയങ്കരമായിരുന്നു. ഇന്നും നടന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കുമാണ് NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഫ്രൂട്ട്സുകളുടെ അയ്യര് കളിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോരെങ്കിൽ പച്ചക്കറികളും ഒക്കെ തൊട്ടടുത്ത്. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ ലുലുലും അവിടെ ഇവിടെയൊന്നും പോവേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ വണ്ടി നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഇവിടെ വണ്ടി നിർത്താൻ NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ കാക്കനാട് വണ്ടി നിർത്താനും സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റും കാലിയാവത്തില്ല. ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങി വരുള്ളൂ എന്നുള്ളതും കൂടി. അൽഫാമിന്റെ മണം കിട്ടണേ. ദീർഘശ്വാസം എടുത്ത് വിടാൻ കൺട്രോൾ കിട്ടായി. അങ്ങനെ എൻ്റെ പട്ടൂരയും പൊന്നൂൻ്റെ പൂരി എത്തി. പൊന്നൂൻ്റെ ഒരു കള്ള നോട്ടമുണ്ട്. ആ പട്ടൂരയിൽ അവൾക്ക് അതിനുള്ളിലെ ആവി കളയണം, ഇങ്ങനെ കൈ വെച്ചിട്ട് അടിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ചൂടാണ്. ആ കൊച്ചു കള്ളിയാ എൻ്റെ ചന്ന മസാല എടുത്ത് അവളുടെ ഇതാക്കിയിട്ട് അവളുടെ നിന്ന് എടുക്കാതെ അവളത് പൊട്ടിച്ചു. നമ്മളുടെ മക്കളിൽ കൂടിയാണ് പിന്നെ നമ്മളുടെ ബാല്യം വീണ്ടും വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ആര്യാസൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് എന്നുള്ള എൻ്റെ അല്ല, എൻ്റെ പൊന്നൂൻ്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പൊന്നൂൻ്റെ കോഫിയും വന്നു, എൻ്റെ ചായയും വന്നു. അങ്ങനെ ഏകദേശം ഞാൻ എൻ്റെ ബട്ടൂരയൊക്കെ സാപ്പിട്ടു. കുറച്ച് രാവിലത്തെ ദോശ കഴിച്ചതിന് ശേഷം വൈകുന്നേരമുള്ള ഫുഡായിരുന്നു. പക്ഷേ കുറേ ദിവസത്തിന് ശേഷമുള്ളതായിരുന്നു. അത് തന്നെ ഇപ്പോൾ ലാസ്റ്റും. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ വന്നതായിരുന്നു. ആ ഇല വെച്ച സ്ഥലത്ത് ഇപ്പോഴും ഉണങ്ങിയിരിക്കുന്നു. എത്ര ആറ്റുനോറ്റ് ഞാൻ മെനഞ്ഞാന്ന് കൊണ്ടുവച്ച ഇലയായിരുന്നു എന്നറിയോ. ഇപ്പോൾ വാടിക്കരിഞ്ഞതാക്കിയിരിക്കുന്നുണ്ട്. അനങ്ങാൻ വയ്യ. ഇന്നലത്തെ ദിവസം മുഴുവൻ തീരെ വയ്യായിരുന്നു. അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം വാടിക്കരിഞ്ഞു. സാരമില്ലാന്ന് അങ്ങനെയാണ്. മനസ്സെന്ന് പറയുന്നൊരു സാധനം കൂടി വേണമല്ലോ. മനസ്സ് നമ്മളുടെ ശരീരത്തെ തളർത്തിക്കളയും എന്നുള്ളതാണ്. മനസ്സിന് ബലമില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ.
ഇലയുടെയൊക്കെ ഇനിയും ഉണ്ടാവുമല്ലോ. കണ്ടകശനികളൊക്കെ ആദ്യം ഒന്ന് ഒഴിച്ചു വിടട്ടെ, എന്നിട്ട് ബാക്കി.